ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരുങ്ങി കെട്ടിയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ അളിയാക്കൊക്കെ ഗൾഫിലേക്ക് പോവാണ്, പൂമൂട്ടാത്താൻ്റെ. അപ്പം അളിയാക്ക ഇപ്പോൾ 2 മാസത്തെ ലീവിന് ശേഷമാണ് പോണത്. പിന്നെ ഇന്ന് തന്നെയാണ് ഞാൻ അതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടില്ല. നമ്മളെ സോനു അവിടെ ക്ലാസ് ചേരാൻ വേണ്ടി പോയത് പെരിന്തൽമണ്ണ. അപ്പോൾ ഓൻ്റെ ക്ലാസ് തുടങ്ങുന്നത് ഒന്നാണ്. അപ്പോൾ 2 പോക്കും കൂടി ഒരു ദിവസമാണ്. അളിയാക്കാണെങ്കിൽ രാത്രിയാണ് ഫ്ലൈറ്റ്, സോനുവിനാണെങ്കിൽ രാവിലെയാണ് ക്ലാസ്. പക്ഷെ നമ്മളിപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ഒരുമിച്ച് പോകുക അല്ലാതെ വേറെ വഴിയില്ല. അപ്പം നമ്മളിപ്പോൾ നേരിട്ട് പെരിന്തൽമണ്ണ പോയി ഓൻ അവിടെ കോളേജിലാക്കി കൊടുത്തതിന് ശേഷം അവിടെ നേരെ നമ്മൾ മഞ്ചേരിയുള്ള എൻ്റെ ഏട്ടത്തിൻ്റെ വീട്ടിൽ പോകും, ബുഷ്താത്താൻ്റെ വീട്ടിൽ. അവിടുന്ന് പിന്നെ നമ്മളൊന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് ഉച്ചയ്ക്ക് ശേഷമാണ് കോഴിക്കോട് പോകാൻ, കരിപ്പൂർ പോകാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. പിന്നെ എല്ലാവരും ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞാൻ തന്നെയാണ് ഓൾവേസ് ഡ്രൈവർ. പിന്നെ നമ്മൾ ഇമ്മുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ആൾക്കാരെ പോകണുള്ളൂ, നമ്മളെ കാർക്കുള്ളൂ അത്ര ആൾക്കാരെ പോകണുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു ഫുൾ വീഡിയോ പറ്റുന്ന പോലെ ഞാൻ എടുക്കാം. എല്ലാവരും വീഡിയോ കണ്ടിന്യൂ ആയിട്ട് കാണണം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഈ ഡ്രസ്സ് ഓൾറെഡി നമ്മൾ പെരുന്നാക്കത്തെ ഡ്രസ്സ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ എല്ലാം റെഡി ആക്കണമെന്ന് കാണിച്ചു തരാം. വണ്ടി ഇപ്പോൾ ഞാൻ ഇറക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ മൊമെൻ്റ്, എനിക്കിപ്പോൾ ഇങ്ങനെ ഒരുങ്ങി പെട്ടിയും ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ സൗദി പോണ ആ ഒരു ഓർമ്മയാണ് വരുന്നത്. ഇൻഷാ അല്ലാ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ. പല ഒരാളാണിത്, സോനു. സോനു സോനുവിന്റെ പെട്ടിയാണ്, അളിയാക്കാൻ്റെ പെട്ടി വണ്ടിയിലുണ്ട്. അളിയാക്ക പോവാണ്. ഒരു പർദ്ദ സാധനം കൊണ്ടേ കൊടുക്കാൻ പറ്റും. അപ്പൊ ഗായ്സ് നമ്മൾ പോവാണ്. അളിയാക്ക തിരിച്ച് അളിയാക്കാന്റെ പ്രവാസ ജീവിതത്തിൽ തന്നെ പോവാണ്. അളിയാക്ക ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്, പകുതി ഹാപ്പി. ഭയങ്കര ഹാപ്പി കാര്യമില്ല. അങ്ങോട്ട് പോകുമ്പോ ഇങ്ങോട്ട് വരികയാണെങ്കിൽ പിന്നെ താല്പര്യമില്ല. പിന്നെ നമുക്ക് ആദ്യം സോനുവിനെ കൊണ്ടാക്കണം. സോനുവിനെ കൊണ്ടാക്കിയിട്ട് വേണം പോവാൻ. അളിയാക്കാക്ക് ഓനെ അവിടെ ആക്കി ഹോസ്റ്റലൊക്കെ ഒന്ന് കാണാല്ലേ അളിയാക്ക? വരാം. അങ്ങനെ നമ്മളിതാ സോനു ജോയിൻ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തി. പെരിന്തൽമണ്ണയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓൾറെഡി അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഓൻ ജസ്റ്റ് അവിടെ ആക്കി കൊടുക്കുക, ഹോസ്റ്റലിൽ പോവുക, ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കുക, അത്ര പരിപാടിയേ ഉള്ളൂ. നമ്മൾ കയറി ബാക്കി കുറച്ച് എമൗണ്ട് അഡ്മിഷൻ ഫീ ഒക്കെ അടയ്ക്കാനുണ്ടായിരുന്നു. അതെല്ലാം അടച്ച് നേരെ മേലെ അവൻ്റെ ക്ലാസ്സിലേക്ക് പോയി. അപ്പോൾ ഇനി ക്ലാസ്സിൽ കുറച്ച് സമയം ഇരുന്നിട്ട് നമുക്ക് ഇനി അങ്ങനെ ഹോസ്റ്റലിൽ പോയി ഡ്രസ്സൊക്കെ വെച്ച് ഞങ്ങൾക്ക് നേരെ തിരിച്ചു പോവാം എന്നുള്ള പ്ലാനാണ്. താഴെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം, എന്നിട്ട് ഓനോ ഇത് കഴിഞ്ഞിട്ടാണ് വരും. എന്നിട്ട് ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിട്ട് അങ്ങനെ പോവാം. നമ്മള് സോനുവിനെ ക്ലാസ്സിലാക്കി ഇവിടെ വെയിറ്റ് ചെയ്യണം. സോനുവിനെ ക്ലാസ്സിലേക്ക് വെയിറ്റ് ചെയ്യണം. ഞാൻ വന്നിട്ട് വേണം ഹോസ്റ്റലിൽ പോയി ഡ്രസ്സൊക്കെ വെച്ചിട്ട് നമുക്ക് പോവാൻ. 8:30 കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു 10:15 ആയപ്പോഴാണ് ഇവിടെ എത്തിയത് കേട്ടോ. അപ്പോൾ കുറച്ച് സമയമാണെങ്കിലും കഴിഞ്ഞതുകൊണ്ട് നമുക്കൊക്കെ ഓരോ ചായ കുടിക്കാൻ തോന്നാം. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു തട്ടുകട കണ്ടു. കഞ്ഞിയാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം. ഇവരെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് നേരെ ഓപ്പോസിറ്റാണുള്ളത്. അപ്പോൾ രാവിലെ ചായ ഉണ്ട്, ഇങ്ങനെ കുറച്ച് എണ്ണക്കടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ചായയൊക്കെ കുടിച്ച് വീണ്ടും സോനുവിനെ വെയിറ്റ് ചെയ്യാൻ തന്നെയുള്ള പ്ലാനാണ്. ഇവർ വന്നിട്ട് നമുക്ക് നേരെ ഇനി ഹോസ്റ്റലിലേക്ക് പോവാം. അവിടെ ഹോസ്റ്റലിലുള്ള അവരുടെ ഒരു സീനിയറേയും കൊണ്ടാണ് ഞങ്ങൾ നേരെ പോയത്. കാരണം നമുക്ക് എവിടെയാണ് ഹോസ്റ്റലിൽ നിന്ന് അറിയില്ല. പിന്നെ ഏകദേശം 2-3 അട്ടിയുള്ള ഒരു ഹോസ്റ്റലാണ്. അതിൻ്റെ ഏറ്റവും മേലെയാണ് ഇവൻ്റെ റൂം. ഡെയിലി ഇവൻ കയറുമെന്ന് തന്നെ ഞങ്ങൾക്ക് സംശയമാണ്, കാരണം അത്രയും സ്റ്റെപ്പ് ഉണ്ട് അത്യാവശ്യം. പിന്നെ ആദ്യമായിട്ടാണ് ഒരു മെൻസ് ഹോസ്റ്റൽ കാണുന്നത്. പ്രത്യേകിച്ച് എന്നാലും വലിയ വൃത്തികേടാക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ലാത്ത വൃത്തികേടായും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവന് ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ച് സെറ്റാക്കാനുണ്ട്.
2 ബെഡ് വീതമുണ്ട് ഒരു റൂമിൽ. അതിൽ 2 ആളുണ്ട്, ബാക്കി 2 ഫ്രീ ആണ്. അതിലൊന്ന് ഇവനെടുത്തു. പിന്നെ ഞങ്ങളെല്ലാവരും കുറച്ച് ഉപദേശങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് ഇൻഷാ അള്ളാ. പിന്നെ നമ്മളിത് പോയത് വ്യാഴാഴ്ചയാണ്. വെള്ളിയാഴ്ച വൈകുന്നേരം തിരിച്ചിങ്ങോട്ട് തന്നെ വരും. പിന്നെ തിങ്കളാഴ്ച രാവിലെയാണ് പിന്നെ കോളേജിൽ പോകേണ്ടത്. അപ്പോൾ എന്തായാലും മോനവിടെ ജോയിൻ ആക്കി നമ്മൾ നേരെ തിരിച്ചു. വൈകുന്നേരം എയർപോർട്ടിൽ പോകാൻ നമുക്ക് സാവധാനം ഒരു 4:30 ആകുമ്പോൾ പോയാൽ മതി. അപ്പോൾ അതുവരെ നമുക്ക് ടൈം ബാക്കിയുണ്ട്. അപ്പോൾ ഒരു 11 മണി 12 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ നേരെ അസീൻ മാമാൻ്റെ വീട്ടിലേക്ക് വന്നത്. കൊടശ്ശേരിയുള്ള ഋഷിയും അളിയാക്കൊക്കെ ഒരു അസീൻ മാമാൻ്റെ വീട്ടിലേക്ക് പോയാലോ എന്നൊരു പ്ലാന് വന്നു. അപ്പോൾ പിന്നെ അവർ വീടും കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ നേരെ ഒന്ന് അങ്ങോട്ട് പോകാമെന്നുള്ളതിൽ അസീൻ മാമാൻ്റെ വീട്ടിലേക്ക് വന്നിക്കണേ. ഇവിടെ വന്ന് എല്ലാവരും ഇപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ്. കാരണം അളിയാക്കാക്ക് വൈകുന്നേരം ഇനി ഫ്ലൈറ്റ് കയറാനുള്ളതാണ്. അപ്പോൾ നല്ലോണം ഒന്ന് ഉറങ്ങി റെസ്റ്റ് എടുത്തോട്ടെ എന്ന് വിചാരിച്ചു. സമയം ഏകദേശം ഒരു 2 മണി ആയിട്ടുണ്ടാവും. ഇപ്പം ഇതാ ഒക്കെ ഇവിടെ വർത്താനം പറഞ്ഞിരിക്കാറ്. ചെറുക്കന്മാർ റൂമിലുണ്ട്. ഓല AC കിട്ടി നല്ല സമാധാനത്തിൽ കിടക്കണം. ഇക്കത്തെ തണുപ്പ. എന്താ പണി രണ്ടാക്കും? തണുത്തിങ്ങനെ ഇരിക്കാല്ലേ. വന്നാണ് ഫുഡ് കഴിക്കാന്. കണങ്ങി 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 ഫുഡ് കഴിച്ചോ? ബാ നടക്കി നടക്കി പോര് പോര്. തൈരൊന്നും വേണ്ട. ഇപ്പൊ തൈര് ഉണ്ടാക്കാൻ നിക്ക. ഗൈസ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി പട്ടിക്ക് ഫുഡ് കൊടുക്കാൻ പോവാൻ കേട്ടോ. കടിച്ചോ? അത് താറാവുകള് ഇത്ര രാജകീയമായി വളരുന്ന താറാവുകൾ ഇവിടെ ഉണ്ടാവുള്ളൂ. 2 നിലന്റെ വലിയൊരു വീട് നിറച്ച താറാവ്. എന്നിട്ട് വരൂലല്ലോ, കെട്ടിയിട്ടില്ലേ? ഓ നിങ്ങള് കണ്ടപ്പോത്തിനൊക്കെ നാവൊക്കെ റെഡിയാക്കി വെക്കുക. ഫുഡ് കഴിക്കാനാണ് പട്ടിക്ക്. എൻ്റെ അമ്മ എന്താ ഊറ്റ. എന്താ പേരിട്ടിക്കണ മാമ? ചോറൊക്കെ തിന്നൂല്ലേ? ചോറിന്റെ കാര്യം തിന്നല്. ഇവിടുന്ന് ഇങ്ങനെ ഈ തല വരെയും പോവൂലേ? തല അങ്ങ് വരെ പോവും, അപ്പുറത്തേക്ക് എത്തും. പിന്നെ ഞങ്ങള് ഇതിലേ എന്നിട്ട് ഇറങ്ങിയാണ്ട് ആർക്കും പോണെങ്കിൽ ഇവിടെ ഇട്ടിട്ടുണ്ട്. അങ്ങോട്ട് പോകില്ല. എന്നാലും അതിന് ചങ്ങന്റെ തല അവിടെ കുടുങ്ങിയാലും ഓൻ അവിടെ എത്തും. അവിടെ നിങ്ങളെ കാരണല്ലേ ഇതെടുക്കലില്ല. അപ്പൊ അതിന്റെ ഉള്ളിൽ ഫാൻ ഇട്ടിക്കോ. എന്തിനാ? ശരി, നമ്മളെ ബാത്റൂമിലൊക്കെ വെക്കണ പോലെ അല്ലേ? വലിയതാണ്. ആ വെള്ളക്കോയിക്കളില്ലേ? കോഴി ഫാം. ഫാൻ കണ്ടു. മറ്റേ മഞ്ഞളേക്കും എണ്ണക്കടിയും കൊണ്ടുപോകണോ? ആ കുട്ടിക്ക് ആയിട്ട് വണ്ടിന്ന് കൊടുത്തു. അപ്പൊ ഗൈസ് ഞങ്ങൾ പോവാണ്. ഞങ്ങൾ പോയാലോ? അപ്പൊ ഞങ്ങൾ പോയാലോ? ലേക്ക് പോയിരുന്നില്ലേ? ബാഗ് എടുക്ക. എന്താ ചെരുപ്പോ? കുറച്ചു നേരം അങ്ങനെ നല്ലോണം വിശ്രമിച്ചതിന് ശേഷം നമ്മളിതാ എയർപോർട്ടിലേക്ക് പോവാണ്. ഒരു 4:30-5 മണി ആവാനായിട്ടുണ്ട് തോന്നുന്നു പോയപ്പോൾ. നമ്മൾ ഇപ്പോൾ ഉള്ളത് കൊടശ്ശേരിയിൽ നിന്ന് നേരെ പാണ്ടിക്കാട്, മഞ്ചേരി, കൊണ്ടോട്ടി ആ ഒരു റൂട്ടിലാണ് നമ്മൾ കോഴിക്കോട് പിടിക്കണമെന്ന്.
നമ്മൾ ഓരോ തവണ കോഴിക്കോട് പോണതും ഓരോ വഴിയാണ്. എയർപോർട്ടിൽ പോകണ അങ്ങനെയാണ്. അതുകൊണ്ട് വഴി ഭയങ്കര കൺഫ്യൂഷനാണ് ചില സമയത്ത്. എന്തായാലും വൈകുന്നേരം ആയതുകൊണ്ടുള്ള കുറച്ച് ബ്ലോക്കും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മളൊരു 6:15 6:20 ആയപ്പോൾ എയർപോർട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിൽ ഇപ്പോൾ രാവിലെ ഒരു യാത്ര, അത് കഴിഞ്ഞ് വീണ്ടും നമുക്കൊന്ന് റെസ്റ്റ് എടുത്ത് രണ്ടാമത്തെ പോക്കാണ് ഈ പോണത്. അത്യാവശ്യം ദൂരമുണ്ട്, എന്നാലും കുഴപ്പമില്ല. അങ്ങനെതാ ഞങ്ങൾ ഇനി എയർപോർട്ടിലെത്തിയിട്ട് കാണാം. നമ്മള് മറ്റു കാറില് ചാർജർ ഇതൊന്നും പറ്റില്ല. പൈസ ചേഞ്ച് ആക്കും. ആ ചങ്ങായിന്റെ നമ്പർക്ക് അടിച്ച കണ്ടില്ലേ മുബാറക്ക് നമ്പർ തന്നില്ലേ ഞാൻ ഫോൺ. ഇപ്പാക്കും മുമ്പൊക്കെ അടിച്ചു നോക്കണേ. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. അടയാക്കാൻ എയർപോർട്ടിലാക്കി. ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോവാം. ഇപ്പോൾ കാക്കൂനാക്കാൻ വന്നതിന് ശേഷം ഇപ്പം നമ്മളിപ്പോഴാണ് എയർപോർട്ടിലേക്ക് വരുന്നത്. അങ്ങനെ ഗായ്സ് നമ്മളിതാ തിരിച്ചു പോവാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീട്ടിൽ നമ്മളൊരു 8:30 ആയപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.